ആസിഫ് അലിയുടെ ഇപ്പോഴത്തെ സെലക്ഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. പുതിയ ആൾക്കാർക്കൊക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒരാളായിട്ട്, ഒരു സ്റ്റാറായിട്ട് ആസിഫ് അലി മാറിയിട്ടുണ്ട്. ആസിഫ് അലി രണ്ടാമത് വാച്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഏരിയയാണ്. പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, രണ്ടാമത് അത് നിങ്ങൾക്ക് ട്രിക്കി ആയിട്ട് കളിക്കേണ്ട ഒരു സ്പേസ് ആണ്. കർണാടകത്തിലെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് ഇയാൾക്കൊരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ നമ്മൾ ഉള്ളുകൊണ്ട് അയാളുടെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടാമത് വരുമ്പോൾ കഥയിൽ നിങ്ങൾക്ക് രണ്ടാമത് കാണിക്കേണ്ടി വരുമ്പോൾ ആ റിയാക്ഷൻ ശരിക്കും ട്രിക്കിയാണ്. അപ്പോൾ അതെങ്ങനെയാ ആസിഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ അതത്ര അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് പറയൂ. അവിടെ എന്താ വേണ്ടതെന്നുള്ള ഡിസിഷൻ എങ്ങനെ എടുത്തു? അല്ല, ഇത് അൾട്ടിമേറ്റ്ലി ഞാൻ പിന്നെയും പറയുന്നത് ആക്ടർ ആക്ച്വലി ആസിഫ് എന്ന ആക്ടർ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആക്ടറാണ്. അത് ഞാൻ കക്ഷി അമ്മണിപ്പിള്ള മുതൽ കാണുന്നതാണ്. ഞാൻ വിചാരിക്കാറുണ്ട് കക്ഷി അമ്മണിപ്പിള്ള കഴിയുമ്പോൾ ആസിഫ് വേറെ ലെവലിൽ പോകേണ്ട ആക്ടറാണ്. അപ്പോഴാണ് ഭാഗ്യം ആ സമയം കറക്റ്റായിട്ട് കെട്ടിയോളാണ് മാലക കിട്ടിയതും ആസിഫിൻ്റെ നല്ലൊരു ഹിറ്റ് കിട്ടിയതും. നമ്മുടെ പടത്തിലൂടെയാണ് ആസിഫ് ഒരു ഫാമിലി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്ത ഒരു പടമാണ് കക്ഷി അമ്മണിപ്പിള്ള. അൾട്ടിമേറ്റ്ലി ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ നമ്മൾ ഈ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ ആസിഫ് ആ ട്രോമ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് ചെയ്തൊരു സീനാണ്. അത് ലാസ്റ്റ് ടൈം പറയുകയും ചെയ്തു. അത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു മൂപ്പര്. ആ ഡിസ്റ്റർബ് എന്താ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ആരെ റിലേറ്റ് ചെയ്തിട്ട് ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ കയറ്റണം. മീൻസ് അത് ഫുള്ളായിട്ട് ഉള്ളിൽ എടുത്തിട്ടാണ് മൂപ്പര് ചെയ്തത്. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് മൂപ്പര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആക്ടറിൻ്റെ ടാലൻ്റ് തന്നെയാണ് അവിടെ കണ്ടത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ അത് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു എന്നല്ലേ. എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ഷോട്ടാണത്. അതിൽ തന്നെ പെർഫെക്റ്റ്ലി അതിൻ്റെ ഓരോ ടൈമിങ് നോക്കിയിട്ടുണ്ട്, ഇമോഷൻ്റെ ടൈമിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു അത് നോക്കുന്നതും. അതിൻ്റെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതെല്ലാം ഒരു കാര്യം ഞാൻ ചോദിക്കാം, സസ്പെൻസ് പോവെങ്കിൽ നിങ്ങൾ ഉത്തരം പറയണ്ട. അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചോദിച്ചാൽ കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, ഞാൻ മറുപടി പറയാം. ശരിക്കും ആ തോക്കില്ലേ, അത് ഡ്യൂപ്ലിക്കേറ്റ് തോക്കായിരുന്നാ? പ്രഷർ ഇന്റർപ്രിട്ടേഷൻ ഇട്ടേക്കാണ്. അപ്പോഴേ ഇതിൽ വളർച്ച ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഓക്കെ ഉത്തരം കിട്ടി തീർന്നു. ഇപ്പൊ പോലും ചേട്ടൻ ഇപ്പൊ പടം കണ്ടിട്ട് ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാൻ പോലും തോന്നിയില്ലേ? അതെ അതെ, അതിന് കാരണം നമ്മളൊരു ഉത്തരം തരാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാതെ ഞാൻ പറഞ്ഞ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, കടന്നു പോകണമെങ്കിൽ ക്ഷമിക്കുക, സ്പോയിലർ ആവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പൊതിഞ്ഞു ചോദിച്ചാൽ മതി, എനിക്ക് മനസ്സിലാവും. ഈ ആനയുടെ പുറകില് വെടിവെച്ചത് അത് അവിടെ നടക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവമായിട്ട് ചെറിയ ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ സങ്കല്പിച്ചൂടെ? അതായത് അതിന്റെ പൊളിറ്റിക്കൽ സാധനം പറയുന്നുണ്ടല്ലോ അവിടെ, അങ്ങനെ ഒരു സംഭവം അതിനകത്ത് പരാമർശിച്ചു പോകുന്നുണ്ട്, ഒരു മെയിൻ സംഭവമാണ്. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി ആയിരിക്കാം അല്ലേ? അങ്ങനെ ആവാം, അങ്ങനെയും ആവാം. നിങ്ങളൊക്കെ വിട്ടു. അല്ല, ആ സീക്വൻസിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച വേറൊരു ലെയർ എന്താ വെച്ചാലേ, ആ സിറ്റുവേഷനോട് അതിലത്തെ ക്യാരക്ടേഴ്സ് റിയാക്ട് ചെയ്യുന്നത് ഇത് സർവ്വസാധാരണം എന്നുള്ള രീതിയിലാണ്. ആ സിറ്റുവേഷൻ അവിടെ വന്നിരിക്കുന്ന ഒഫീഷ്യൽസ് ആയാലും നാട്ടുകാരായാലും ഇവൻ ഈ ആസിക്ക ചെയ്യുന്ന ക്യാരക്ടർ അവരുടെ ഓഫീസിൽ നിന്നുള്ള ആൾക്കാരായാലും പടം പിന്നെ അടങ്ങിയോ പിന്നെയും തുടങ്ങിയോ പരിപാടി എന്നുള്ള അത്ര ലാഘവത്തോടെയാണ് അവരൊക്കെ കാണുന്നത്. സോ അതിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ആ നാട്ടിൽ ഇത് അങ്ങനെ വലിയ ഔട്ട് ഓഫ് ദ ബോക്സ് സ്ട്രേഞ്ച് സർറിയൽ ഇൻസിഡന്റ് അല്ല എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഒരു രസം ഉണ്ടായത്, ജഗദീഷ് ചേട്ടന്റെ ചില സാധനങ്ങളുണ്ടല്ലോ, പുള്ളി റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ പുള്ളിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു അഭിനയത്തിന്റെ ഗ്രാഫ് കയറി വരുന്ന ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്. ആ ക്യാരക്ടറും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലെ നടപ്പുകളും ഈ പറയുന്നതില്ലേ, അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അയാൾ നടന്നു പോകുമ്പോൾ പുലമ്പും പോലെ ചില സാധനങ്ങളൊക്കെ പറയില്ലേ, അത് റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ള ആ സീനും ഉണ്ട്. അതും ഭയങ്കര രസമായിട്ട് വന്നിട്ടില്ലേ? എങ്ങനെയാ അത് നിങ്ങൾ അടുത്ത് നിന്ന് അനുഭവിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് പറയും ജഗദീഷ് ചേട്ടൻ്റെ? ഞാൻ അകലെ അല്ല, ജഗദീഷ് ചേട്ടൻ അതാണ് ചെറിയ ചെറിയ മൈന്യൂട്ട്, അതാണ് ഞാൻ പറയുക ഈ എക്സ്പീരിയൻസ് ആക്ടേഴ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അവർ അത്രയും ടാലൻ്റ് ആയ ഇപ്പോൾ ക്യാരക്ടർ നമ്മൾ പറഞ്ഞു കൊടുത്താൽ കൂടെ അവർ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവർ തന്നെ ആഡ് ഓൺ ചെയ്യുന്നതാണല്ലോ. ഒരു സീൻ ഉണ്ടല്ലോ, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തുനിന്ന് ഫോൺ വിളിക്കുന്നു, അജയൻ കാണുന്നു. അപ്പോൾ ഈ സീൻ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ജഗദീഷ് ചേട്ടന് ഒരു നിൽപ്പുണ്ട് അവിടെ, ഒരു മുണ്ട് മേലെ ഇങ്ങനെ കുത്തിയിട്ട് അതൊരു വളഞ്ഞിട്ട് അയാളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ പറഞ്ഞിട്ട് കൂടുതൽ പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ജഗദീഷ് ചേട്ടൻ ആഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആ ഏരിയയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ടെറൈനിലുള്ള ആൾക്കാർ
നിൽക്കുന്ന ഒരു നിൽപ്പും ആ മുണ്ടും പിടിച്ചിട്ടുള്ള ആ സംഭവം എല്ലാം എന്ന് പറഞ്ഞാൽ മൂപ്പര ഒരു കോൺട്രിബ്യൂഷനാണ്. അതേപോലെ ഈ ഡയലോഗ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് മെയിനായിട്ട് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു, പിന്നെ അവിടുന്ന് ആഡ് ഓൺ ചെയ്ത സാധനങ്ങളാണ് ലാസ്റ്റ് പൊലമ്പീട്ട് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാം നാച്ചുറലായിട്ട് അവിടെ വന്നു. ഫസ്റ്റില് പോലീസ് സ്റ്റേഷനിൽ ഈ തോക്ക് ഏൽപ്പിക്കാൻ വരുന്ന സംഭവം കാണിക്കുമ്പോൾ പോലീസിന്റെ പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് രസമായിട്ടായിരുന്നു. ഒരു റിയലിസ്റ്റിക് സിനിമയുടെ തുടക്കമാണെന്നുള്ളത് നിങ്ങൾ അവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെയാണ് ഫസ്റ്റ് നിങ്ങൾക്കൊരു, എന്നെ പോലെയൊക്കെയുള്ള പ്രേക്ഷകരെ സിനിമയ്ക്ക് ഉള്ളിലാക്കിയതിൻ്റെ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇത് റിയലിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ കഥ പറയാൻ പോകുന്നത്. കാരണം അവിടുത്തെ കംപ്ലീറ്റ് സാധനങ്ങളും കാണിക്കുന്നുണ്ട്, പ്രൊസീജിയർ കംപ്ലീറ്റ് കാണിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്നാൽ ലാഗല്ല, കാണിക്കുന്നുമുണ്ട്. അവിടെയൊക്കെ എടുത്തൊരു ശ്രമം ഉണ്ടല്ലോ, അങ്ങനെ തന്നെ വേണമെന്ന് നിങ്ങൾ നിശ്ചയിച്ചിരുന്നു. അതിന് ദിഞ്ചിത്തേട്ടൻ്റെ ഒരു ഫ്രണ്ട് പോലീസിലുള്ള വ്രജേട്ടൻ അല്ലേ, വ്രജേട്ടൻ എന്ന് പറയുന്ന ഒരു കക്ഷിയെ കണക്ട് ചെയ്ത് തന്നിരുന്നു. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് വിളിച്ചിട്ട്, ചേട്ടാ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തായിരിക്കും പറയാ, അവരെന്തായിരിക്കും പറയാ, ഓക്കെ ഇതിനിടയിൽ നിങ്ങൾ എന്താണ് കുശലം പോലെ എന്തെങ്കിലും വെറുതെ പറയാറുണ്ടോ, അപ്പോൾ അവരെങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ നമുക്കിത് ഒരിക്കലും ഭയങ്കര ഫോമലായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടത് ഒരു സർവ്വസാധാരണമായൊരു ലാഘവത്തോടെ ചെയ്യുന്നൊരു പരിപാടിയായിട്ട് തന്നെ തോന്നണം എന്നുള്ള രീതിയിലുള്ളതുകൊണ്ട് നമുക്കിത് പരിചയമില്ലല്ലോ. ഇങ്ങനൊരു സ്കീമുണ്ട്, ഇങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളത് അറിയാതല്ലാതെ ഹൗ ദിസ് ഇൻട്രാക്ഷൻ ഗോസ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് പ്രജാറ്റിൻ്റെ അടുത്തും ചോദിച്ചു. അതിനുശേഷം ഞാൻ വേറൊരു ബിജു റെജിൽ പരിചയപ്പെടുത്തിയ ഒരു SI പുള്ളി ഉണ്ടായിരുന്നു, പുള്ളിയുടെ അടുത്തും സംസാരിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത് ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ പർപ്പസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഫോർമാലിറ്റിയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാഷ്വൽ ചിപ്സ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ആവശ്യം. അപ്പോൾ അത് ഇവരുടെ ഉള്ളിൽ നിന്ന് കിട്ടണം. അപ്പോൾ അവരുടെ ചേട്ടാ ഇത് ഈ ഫോർമാലിറ്റി ഒക്കെ വിട്, നിങ്ങൾക്കൊരു കുശലം ചോദിക്കാനാണെങ്കിൽ എന്ത് ചോദിക്കാൻ പറ്റും, നിങ്ങളങ്ങനെ ചോദിക്കുമോ, ഇനി സരസനായിട്ടുള്ളൊരു പോലീസുകാരനാണെങ്കിൽ നല്ല മൂഡിലിരിക്കുകയാണെങ്കിൽ ചോദിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാടോ എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ചോദിക്കുക, അങ്ങനെ പറയും. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അതിൽ മറ്റേ ഇത് അടുത്ത് ഉപയോഗിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുന്നൊരു ഡയലോഗ് തയ്യാറ് കേൾക്കുന്നുണ്ട്. അതൊക്കെ ആ കുശലത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിന് മറുപടി ആയിട്ട് മറ്റുള്ള എന്ന് പറഞ്ഞിട്ടൊരു മറുപടി പറയുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ ഒരു ഡീഗ്ലാമറൈസിങ്ങിന് വേണ്ടിയിട്ടാണ്, ഭയങ്കര സൊഫിസ്റ്റിക്കേഷനിലൂടെ ആ പ്രൊസീജിയർ പോകാണ്ട് പച്ചയ്ക്ക് നടക്കുന്ന ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു കാര്യം പിടിച്ച് തറയിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടികളാണ്. പിന്നെ അതിൻ്റെ വിഷ്വൽ ഡീറ്റെയിലിങ്ങിൻ്റെ ക്രെഡിറ്റ് കുറേയൊക്കെ അതിൻ്റെ ഡീറ്റെയിലിംഗ് എടുത്ത് നമ്മുടെ അഫ്നാസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്. അവനാണ് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് ഈ ബെൽ ഓഫ് ആംസ് എങ്ങനെ ഉണ്ടാവും, അവരെങ്ങനെയാണ് ഇത് പൊതിഞ്ഞ് വെക്കുക, എവിടെയാണ് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ നല്ല രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ നടത്തിയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, നമ്മുടെ പടത്തിൽ മുഴുവനുള്ള ഇങ്ങനത്തെ എല്ലാം സീക്വൻസിൽ ഇപ്പോൾ രജിസ്റ്റർ ഓഫീസ് ഇതെല്ലാം നമ്മുടെ സ്ക്രിപ്റ്റിൽ ആദ്യം എഴുതിയതിന് ശേഷം നമ്മൾ അതിനെ റിസർച്ച് ചെയ്ത് എങ്ങനെയുള്ള അതിൻ്റെ കറക്റ്റ് ഫോർമേഷൻ ഉണ്ടല്ലോ, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ അസിസ്റ്റന്റ്മാർ തന്നെ എല്ലാ രീതിയിലും അതിനെ അവിടെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇതേ പറഞ്ഞ പോലെ തന്നെ എന്തെല്ലായിരിക്കും, എങ്ങനെയായിരിക്കും സംസാര രീതി, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സ് എല്ലാം ഓരോ ഏരിയാസിലും ഉണ്ട്. അതെല്ലാം അങ്ങനെ ചെയ്തതാണ്. ഫുൾ ഡീറ്റെയിലിംഗ് ഡീറ്റെയിൽസ് ഗുണമുണ്ടായിരുന്നു. കാരണം നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു കഥ പറയാൻ പോവാണെന്ന്, ആ 2 സീൻ അടുത്തടുത്താണല്ലോ വരുന്നത്. ആ 2ലും അയാൾ ID കാർഡ് ചോദിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു, അച്ഛൻ്റെ പേര് ചോദിക്കുന്നു. അപ്പൊ അത്രയൊന്നും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തോന്നും. പക്ഷെ ആ ഡീറ്റെയിലിംഗ് ആണ് നമ്മളെയൊക്കെ ഇവര് അത്യാവശ്യം പഠിച്ചിട്ടാണ് ഈ സാധനത്തിന് പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു, അത് ഈ പറയുന്ന മൊത്തം കഥയ്ക്കും ഗുണം ചെയ്യും.